ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ അടുക്കളയിൽ പോയപ്പോൾ അവിടെ നാത്തൂന് പണികളിലാണ്. അപ്പോൾ രാവിലെ മക്കൾക്ക് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കൂട്ടാൻ, അതുപോലെ ചായക്ക് അപ്പത്തിലേക്കുള്ള കറി ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചായൻ്റെ വെള്ളം അടുപ്പത്തുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ദോശ ചുട്ട് കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അടുക്കളയിലൊക്കെ ആകെ ഇരുട്ടാണ്. 2 ദിവസമായി കറണ്ട് പോയിട്ട്. മഴയും കാറ്റും കാരണം ഭയങ്കര ശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെയാണല്ലോ. അപ്പോൾ അത് കാരണം കറണ്ടൊന്നുമില്ല. അത് കാരണം നല്ല ക്ലിയർ കുറവുണ്ട് വീഡിയോക്കൊക്കെ. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ അപ്പം ചായയും കുടിക്കാൻ വിചാരിച്ചു. ഇതൊക്കെ തന്നെയാണല്ലോ സാധാരണക്കാരുടെ വീട്ടിലെ ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, പൊടി എങ്ങനെ കലക്കുന്നത് എന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ അപ്പവും കടലക്കറിയും ചായയും കുടിച്ചിട്ടുണ്ട്. അതിന് ശേഷം മുറ്റം ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കണം. 2-3 ദിവസമായിട്ട് നല്ല മഴയായ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. താഴെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോനും മൊബൈലും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ശബ്ദം ഇതിൽ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ മീനൊന്നും കിട്ടാനില്ലല്ലോ. അത് കാരണം പച്ചക്കറികൾ മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക. അതിനുശേഷം മുറ്റം നന്നായി അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം മുരിങ്ങയില താളിപ്പിന് വേണ്ടിയിട്ട് ഒന്ന് ഇല പൊട്ടിച്ചെടുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലയൊക്കെ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മുറം ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ ഇതിന് മുറം എന്നാണ് പറയുക. പിന്നെ ഞാൻ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനു വേണ്ടി കുറച്ച് കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ കായ കഷ്ണം വെട്ടിയതിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉണക്കമുളക് ഒന്ന് ചതച്ചിടുക. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നല്ല സൂപ്പർ ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഉച്ചക്ക് ചോറ്, പച്ചക്കായ ഉപ്പേരി, മുരിങ്ങയില താളിപ്പ്, പിന്നെ എന്തോ ഒരു നാരങ്ങൻ്റെ പേര് എനിക്കറിയില്ല, അത് അച്ചാറ്, ഉണക്കമീൻ, അതും കൂട്ടി ചായ കുടിച്ചു. അതിന് ശേഷം വൈകുന്നേരം ചപ്പാത്തിയും ചായയും കുടിച്ചിട്ടോ. ഗോതമ്പത്തിൻ്റെ ചപ്പാത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.